കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം ഒന്നായി ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനായി ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു എവിൻ ഫോർ ലീഡിങ് us in a wonderful time of worship. Thank you friends for joining us online. This morning it's my joy to introduce today's preacher. ഇന്ന് രാവിലെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ആയിരിക്കുന്നത് ഇന്നത്തെ പ്രീച്ചറിനെ വെൽക്കം ചെയ്യുവാൻ. He is all the way from Darjeeling. ഡാർജിലിംഗിൽ നിന്നാണ് ഇന്നത്തെ പ്രീച്ചർ വരുന്നത്. He is one of my best friends. എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. We met 12 years ago in Bangalore in Southern Asia Bible College. 12 വർഷങ്ങൾക്ക് മുമ്പ് സദേൺ ഏഷ്യ ബൈബിൾ കോളേജിലാണ് ഞങ്ങൾ ഒന്നിക്കുന്നത്. From day one onwards we were good friends. ഒന്നാമത്തെ ദിവസം മുതൽ ഞങ്ങൾ നല്ല കൂട്ടുകാരാണ്. I look up to him as a man of God. ഞാൻ ദൈവത്തിൻ്റെ ദാസനായിട്ടാണ് ഞാൻ കാണുന്നത്. 2012 we graduated together and now we are working together in CGLD. 2012 ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ SABCയിൽ CGLDയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. I strongly believe God is going to speak to us. ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുമെന്ന്. Let's put our hands together and welcome Pastor Dibesh Roy. ഒരുമിച്ച് നമുക്ക് വെൽക്കം ചെയ്യാം പാസ്റ്റർ ദിബേഷ്. Praise the Lord. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I want to thank God for giving me this wonderful opportunity. ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിൽ. I am nothing but just an expression of His grace. ഞാൻ ഒന്നുമില്ല, എല്ലാം ദൈവത്തിൻ്റെ കരുണ മാത്രം. I want to especially thank Pastor Jamlin. എനിക്ക് താങ്ക്സ് പറയാനുള്ളത്, നന്ദി പറയാനുള്ളത് പാസ്റ്റർ ജാമലിനാണ്. He has been one of my closest friends. എൻ്റെ ഒരു നല്ലൊരു അടുത്തൊരു സുഹൃത്താണ്. A man of God I look up to. ദൈവത്തിൻ്റെ ഒരു ദാസനാണ്. I've learned a lot from his life. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനേക കാര്യങ്ങൾ ഞാൻ പഠിച്ചിരിക്കുന്നു. And it is a privilege for me to stand in his church and bring the word of the Lord. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഇപ്രകാരം നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I would also like to thank Sister Cassie. അതോടൊപ്പം തന്നെ KCK ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. Pastor Larry. പാസ്റ്റർ ലാരിക്കും. And I also would like to especially thank Pastor Rufus for interpreting for me today. അതോടൊപ്പം തന്നെ എന്നെ ട്രാൻസ്ലേറ്റിംഗ് സഹായിക്കുന്ന റൂഫസിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. I hope he'll interpret the way I'm preaching or else he might be preaching a different message which I'll never understand. Okay, we can go. But in all this we pray that God's name will be glorified. ഇതിലെല്ലാം ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടണം, അതാണല്ലോ നമ്മുടെ പ്രാർത്ഥന. I've entitled my message this morning ഇന്ന് പകൽക്കാലം എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇപ്രകാരം ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നു. as trusting God even when it doesn't make sense. അസ്ഥിരതയിലും ദൈവത്തെ ആശ്രയിക്കുക. Trusting God even when it doesn't make sense. അസ്ഥിരതയിലും ദൈവത്തെ ആശ്രയിക്കുക. And I've taken the text from Acts chapter 8 verses 26 to 32. ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 8-ാം അധ്യായം 26 മുതൽ 32-ാം വാക്യം വരെ. I would like to request Pastor Rufus to read the passage for us. അപ്പോസ്തല പ്രവൃത്തികൾ 8:26 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല പണ്ണാരത്തിനും വിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിക്കുവാൻ വന്നിട്ട് മടങ്ങുമ്പോൾ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്ത് അവൻ വായിച്ച ഭാഗമാണിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. Amen. Amen. Now the book of Acts അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എന്ന് പറയുന്നത് was written around 70 AD. ഏകദേശം 70 കാലഘട്ടത്തിലാണ് എഴുതിയിരിക്കുന്നത്. By the beloved physician Luke. ഇത് എഴുതിയിരിക്കുന്ന വൈദ്യനായ ലൂക്കോസ് ആണ്. It records 30 years of early Christian history. 30 വർഷത്തിൻ്റെ സഭാചരിത്രം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും.
And most significantly, it highlights the works of the Holy Spirit. പ്രധാനമായും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. The book of Acts അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം is part of 2 volumes written by Luke. വൈദികനായ ലൂക്കോസിന്റെ 2 ഭാഗങ്ങളിലെ ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. The other being the Gospel of Luke. മറ്റേ ഭാഗം എന്ന് പറയുന്നത് ലൂക്കോസ് സുവിശേഷമാണല്ലോ. Now we need to understand നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് the book of Acts അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എന്ന് പറയുന്നത് and the book of Luke, ലൂക്കോസിന്റെ സുവിശേഷവും which we also call the Gospel of Luke, രണ്ടും അപ്പോസ്തലനായ ലൂക്കോസിന്റെ സുവിശേഷമായിട്ട് നമ്മൾ കരുതപ്പെടുന്നു. is written by the same person. ലൂക്കോസ് തന്നെയാണ് ഇത് രണ്ടും എഴുതിയിരിക്കുന്നത്. And this is a historical record. ഇതൊരു ചരിത്രമായ ഒരു എഴുത്ത് തന്നെയാണ്. In Luke chapter 1 verses 1 and 2, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യം വായിക്കുമ്പോൾ Luke reminds us ലൂക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. this record is based on eyewitness accounts. ഈ ചരിത്രം എന്ന് പറയുന്നത് ഒരു ഐ വിറ്റ്നസിന്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ And he has കഴിയും. done a proper research. ലൂക്ക് ഒരു നല്ലൊരു പഠനം നടത്തിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. So in other words, മറ്റു രീതി പറയുകയാണെങ്കിൽ the story of Philip ഫിലിപ്പിന്റെ കഥ is a true historical ഒരു ചരിത്രമായ ഒരു കഥ തന്നെയാണ്. event that took place. ഇവിടെ നമ്മൾ വായിക്കപ്പെട്ടിരിക്കുന്നത് It is not a myth. ഇതൊരു കേവലം ഒരു കഥ മാത്രമല്ല. വില്യം റാംസേ എന്ന് പറയുന്ന a very famous archaeologist, ഒരു ഫേമസ് ആയിരിക്കുന്ന ഒരു ചരിത്രകാരൻ, he says that ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്. Luke is a historian of the highest order. ലൂക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് വലിയൊരു ഒരു ചരിത്രകാരൻ എന്ന് പറയുന്നത്. So we can trust the story of Philip that Luke has written. അപ്പോൾ ലൂക്കോസ് എഴുതിയിരിക്കുന്ന ഫിലിപ്പിന്റെ ഈ സ്റ്റോറി നമുക്ക് വിശ്വസിക്കുവാൻ കാരണമുള്ളതാണ്. Now if we read chapters 7 and 8, നമ്മൾ 7-ാം അധ്യായവും 8-ാം അധ്യായവും വായിക്കുകയാണെങ്കിൽ we see that after the martyrdom of Stephen, സ്തേഫാനസിന്റെ മരണത്തിന് ശേഷം the church in Jerusalem is scattered. യെരുശലേമിലുള്ള ചർച്ച് ചിഹ്നമായി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. And when this happens, ഇത് നടക്കുമ്പോൾ we see that Philip, ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി he goes to Samaria. ഈ വ്യക്തി ശമരിയയിലേക്ക് നടക്കുകയാണ്. And he goes there and starts to proclaim the name of the Lord. ശമരിയയിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. Now we should not be confused. നമ്മൾ ഒരു കാരണത്താൽ നമ്മൾ കൺഫ്യൂസ് ആകാൻ പാടില്ല. The Philip that we are talking here നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ഫിലിപ്പ് എന്ന് പറയുന്ന is വ്യക്തി not the apostle Philip, അപ്പോസ്തലനായ ഫിലിപ്പ് അല്ല നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. but he is traditionally known നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഫിലിപ്പ് അറിയപ്പെടുന്നത് as Philip the evangelist. ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു സുവിശേഷകനെ കുറിച്ചാണ്. Now after he lands in Samaria, ഫിലിപ്പ് ശമരിയയിൽ എത്തിക്കഴിഞ്ഞ ശേഷം God works in miraculous ways. ദൈവം വലിയ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. Healings takes place. അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നു. അവിടെ The dead is brought back to life. മരണപ്പെട്ടവരെല്ലാം എഴുന്നേറ്റിരിക്കുന്നു. People are delivered. ആൾക്കാരെല്ലാം സൗഖ്യം പ്രാപിക്കുന്നു. Philip is having a successful ministry in Samaria. ശമരിയയിലെ ഫിലിപ്പിന് നല്ലൊരു മിനിസ്ട്രി തന്നെ അവിടെ ഉണ്ടായി. But in the midst of all this, ഇതിന്റെ എല്ലാം നടുവിലും God asks him to leave ഇതിന്റെ എല്ലാം നടുവിലും ദൈവം അവനോട് പറഞ്ഞു, ഇവിടുന്ന് മാറുക, and go to a desert road. ഒരു മരുഭൂമിയിലേക്ക് പോകുക എന്ന് ദൈവം അവനോട് അരുളി ചെയ്തു. Verse 26 reads, വാക്യം 26-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. Now an angel of the Lord said to Philip, അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, go south to the road, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് the desert road ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക. that goes down from Jerusalem to Gaza. ഇത് യെരുശലേമിൽ നിന്ന് ഗാസയ്ക്കുള്ള വഴിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Now many people are obsessed with who this angel is. പല ആൾക്കാരും വ്യാകുലപ്പെടുന്ന ഇത് ആരാണ് ഈ ഏഞ്ചൽ എന്ന് പറഞ്ഞ്, ഈ ദൂതൻ ആരാന്ന് പറഞ്ഞ് വ്യാകുലപ്പെടാറുണ്ട്. Scholars are of different opinions. പണ്ഡിതന്മാർക്ക് പല ആശയങ്ങളും പല ഒപ്പീനിയൻസ് ഉണ്ട്. But the important thing is, പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് God intervened. ദൈവം അവിടെ കാണുന്നുണ്ട്. The angels signify ദൂതൻ അവിടെ അറിയിക്കുന്നത് the voice of God. ദൈവത്തിന്റെ ശബ്ദം അറിയിക്കുകയാണ്. Are you sensitive ഇന്ന് നിങ്ങൾ സെൻസിറ്റീവ് ആണോ to the voice of God in your life? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾ സെൻസിറ്റീവ് ആണോ ഇന്ന് രാവിലെ? Let me ask you once again. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. Are you sensitive
ഇന്ന് നിങ്ങൾ സെൻസിറ്റീവ് ആണോ? to the voice of God? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾ കാതോർത്തിരിക്കുന്നു? When was the last time you felt God talking to you? എന്നാണ് അവസാനമായി ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടത്? When was the last time you felt convicted that God was saying to you to do something? നിങ്ങൾ എന്നാണ് ഏറ്റവും അവസാനമായി ദൈവത്തിന്റെ ശബ്ദം കേട്ടത് എന്നാണ്? You see, കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? Philip was sensitive to his voice. ഫിലിപ്പോസ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കാതോർത്തിരുന്നു. Through an angel, ഒരു ദൂതൻ മുഖാന്തരം God spoke to Philip. ദൂതൻ മുഖാന്തരം ഫിലിപ്പോസിനോട് ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. There are certain things in our lives ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ we need to do നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ in order to be sensitive to his voice. എപ്പോഴും ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി നമ്മൾ It കാതോർത്തിരിക്കണം. requires you to give up on some of the things you love. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മൾ സ്നേഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. It requires a sacrifice. നമ്മൾ ചിലത് ത്യജിക്കുവാൻ നമ്മൾ It is തയ്യാറാണ്. risky. ഇത് ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Philip's ministry was very, very successful in Samaria. ശമര്യയിലെ ഫിലിപ്പോസിന്റെ ശുശ്രൂഷ വലിയ ഒരു വിജയം തന്നെയായിരുന്നു. He must have thought to himself, അവൻ തന്നെ വിചാരിച്ചു കാണും, this is it. ഇതാണ് എന്റെ മിനിസ്ട്രി, This is the height of my life. ഇതാണ് എന്റെ ഉയർച്ചയുടെ വലിയൊരു ഒരു പദവി എന്ന് He പറയുന്നത്. was seeing miracles and healings in front of his eyes. അവന്റെ കണ്ണുകളുടെ മുമ്പിൽ വിടുതലുകളും സൗഖ്യങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. What more could he ask? എന്താണ് ഇനി അവൻ ചോദിക്കാനുള്ളത്? But then God had a different plan. പക്ഷേ അവിടെയും ദൈവത്തിന് ഒരു മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. In the midst of his success, അവന്റെ വിജയത്തിന്റെ നടുവിലും God tells him, ദൈവം അവനോട് പറയുകയാണ്, go south to the road, തെക്കോട്ട് പോകുക, the desert road. നിർജ്ജനമായ സ്ഥലത്തേക്ക് പോകുക. The Hebrew word for desert is midbar, മിദ്ബാർ എന്ന് പറയുന്നതാണ് എബ്രായ ഭാഷയിൽ അത് which means a road less traveled. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കുറച്ചായിട്ട് നടന്നിട്ടുള്ള സ്ഥലം എന്നാണ്. You see, നിങ്ങൾ കാണുന്നുണ്ടോ? when you are sensitive to the voice of നിങ്ങൾ God, ദൈവത്തിന്റെ ശബ്ദത്തോട് നിങ്ങൾ കാതോർത്തിരിക്കുകയാണെങ്കിൽ you need to sacrifice. നിങ്ങൾ നിങ്ങളെ തന്നെ ത്യജിക്കേണ്ട അത്യാവശ്യമാണ്. When God tells you to trust him, ദൈവം നിങ്ങളോട് ദൈവത്തോട് ആശ്രയിക്കാൻ പറയുമ്പോൾ there is always an element of risk in it. എപ്പോഴും ഒരു റിസ്ക് തന്നെ കാണും ദൈവത്തെ ആശ്രയിക്കുമ്പോൾ. From comfort, നമ്മുടെ കംഫർട്ടിൽ നിന്നും God might ask you to go to a place where there is only discomfort. ദൈവം എപ്പോഴും നമ്മോട് പറയും, നമ്മൾ ഇരിക്കുന്ന കംഫർട്ടിൽ നിന്ന് ഡിസ്കംഫർട്ട് ആയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് മാറുവാൻ ദൈവം നമ്മോട് കൽപ്പിക്കും. God might ask you to go from a place where there is everything that you need എല്ലാം ഉള്ള സ്ഥലത്ത് നിന്ന് ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക് പോകുവാൻ ദൈവം നമ്മോട് സംസാരിക്കും. to a place where there is nothing. ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക് പോകുവാൻ ദൈവം നമ്മോട് സംസാരിക്കും. Will you be ready to do that? നിങ്ങൾ തയ്യാറാണോ അങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് പുറപ്പെടുവാൻ? Are you sensitive to his voice? ദൈവത്തിന്റെ ശബ്ദത്തിലേക്ക് കാതോർക്കുവാൻ നിങ്ങൾ റെഡിയാണോ? So how can we become sensitive to the voice of God? എങ്ങനെ നമുക്ക് ദൈവത്തിന്റെ ശബ്ദത്തോട് നമുക്ക് സെൻസിറ്റീവ് ആയിരിക്കാൻ കഴിയും? Number 1, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് by spending time with him through prayer, പ്രാർത്ഥനയിൽ എപ്പോഴും ജാഗരിക്കുക എന്നുള്ളതാണ്. or by spending time with him in prayer. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക എന്നതാണ്. The Bible says, വചനം ഇപ്രകാരം പറയുന്നു, ask and it shall be given, ചോദിക്കുക നിങ്ങൾക്കത് കിട്ടും, seek and ye shall find, നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ അത് കണ്ടെത്തും, knock and it will be opened to മുട്ടുക you. അത് നിങ്ങൾക്കായി തുറക്കപ്പെടും. Number 1, spend time with God. ഒന്നാമത്തെ കാര്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ചെലവിടുക. You see, നിങ്ങൾ കാണുന്നുണ്ടോ? some people have said, ഇപ്രകാരം ചില ആൾക്കാർ പറയാറുണ്ട്, when you say you love somebody, നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ what actually are you meaning? എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ You're meaning that I will have time to spend with you. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ചെലവഴിക്കാൻ അനേക സമയം ഉണ്ടായിരിക്കും. You cannot hear the voice of God until you have an intimate relationship with God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു നല്ലൊരു അഭേദ്യമായ ബന്ധം ഉണ്ടായിരിക്കണം. How can you have an intimate relationship with anybody? ആരുമായിട്ട് ഒരു നല്ലൊരു ബന്ധം എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ കഴിയും? Until you spend time with that person. നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരിക്കലും കഴിയുകയില്ല. I have been a youth pastor for several years.
ഞാനൊരു യൂത്ത് പാസ്റ്ററായിട്ട് കുറേ വർഷം ഞാൻ ആയിരുന്നു. Many of my youths would come and tell me, I don't know what God wants me to do with my life. അനേക യൂത്ത്സ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമായിരുന്നു ഞാൻ എന്തു ചെയ്യണമെന്ന്. I would always tell them, അവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, have you been praying? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? Not just praying for 1 or 2 minutes, but intentionally spending time with Him. 1-2 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതല്ല അവരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. And many times നിങ്ങൾക്കറിയാമോ, പലപ്പോഴും they would never come back to me again. അവർ തിരിച്ച് മടങ്ങി വരാറില്ല. Because as they spend time with God, they would know exactly what God wanted them to do. ദൈവവുമായിട്ട് അവര് സമയം ചെലവിടുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും എന്താണ് അവർക്ക് ഇനി ചെയ്യാനുള്ളതെന്ന്. When you spend time with God, ദൈവവുമായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ you will become sensitive to His voice. ദൈവത്തിന്റെ ശബ്ദവുമായി നിങ്ങൾക്ക് കാതോർക്കുവാൻ You will കഴിയും. know what He wants you to do with your നിങ്ങൾക്ക് അറിയാൻ life. പറ്റും എന്താണ് നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളതെന്ന്. When I was a small child, ഞാനൊരു ചെറിയൊരു വ്യക്തിയായിരുന്നപ്പോൾ I would ask my father for some money. ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിക്കുമായിരുന്നു, പൈസ ചോദിക്കുമായിരുന്നു. Without thinking, he would reach out to his pocket, എനിക്കറിയത്തില്ലായിരുന്നു പൈസ ഉണ്ട് എന്ന്, പക്ഷേ ഞാൻ ചോദിക്കുമായിരുന്നു. take out some cash, കുറച്ച് പണം എടുത്ത് തന്ന് almost given it to me. എനിക്ക് എപ്പോഴും പൈസ എടുത്ത് തരും. But one look from my mother, പക്ഷേ എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ട് and the money would go back in his pocket. പപ്പ എന്ത് ചെയ്യും, തിരിച്ചത് അകത്തോട്ട് എടുത്ത് വെക്കും. I'm sure you've had similar experiences. ഇതുപോലുള്ള എക്സ്പീരിയൻസ് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ അറിയുന്നു. You know why? എന്താണെന്നറിയാമോ? Because they have spent time with each other. ബിക്കോസ് അവർ രണ്ടുപേരും കുറേ സമയം ചെലവഴിക്കാറുണ്ട്. They don't even need to talk. അവർ സംസാരിക്കാൻ അധികം ഇരിക്കത്തില്ല. Just by one look, they can communicate with each other. പക്ഷേ ഒറ്റ ഒരു നോട്ടത്തിൽ അവർക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. Because they have spent time talking with each other. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പുറകിൽ കുറേ സമയം അവർ And they are സംസാരിക്കാൻ. sensitive to each other's voice. അവർ സെൻസിറ്റീവ് ആണ് അവരുടെ ശബ്ദത്തിനായി. Church, ചർച്ച്, this morning, ഇന്ന് രാവിലെ may I request you ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, to find a place, നിങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തുക, a spiritual place where you will spend time with God, ആത്മീയമായി ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കുവാൻ ഒരു സ്ഥലം where കണ്ടെത്തുക, you will talk with Him, ദൈവവുമായിട്ട് സംസാരിക്കുവാൻ, and where you will wait and listen to Him. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതിനുവേണ്ടി കാത്തിരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. And God will speak to you. ദൈവം നിങ്ങളോട് സംസാരിക്കും തീർച്ചയായും. He may send an angel, അവനൊരു ദൂതനെ അയക്കുമായിരിക്കാം, or He may just give you a small voice in your heart. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശബ്ദം But let കേൾപ്പിക്കുമായിരിക്കാം. me tell you, He will answer you. ഞാനൊരു കാര്യം പറയട്ടെ, അവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. We can be sensitive to His voice, number one, by spending time with Him. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, കാതോർക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയിൽ ചെലവിടണം. And number two, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് by meditating on His word. ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക എന്നുള്ളതാണ്. Psalm 1. സങ്കീർത്തനം 1-ാം അധ്യായം. It says, "Blessed is the man who meditates on His word day and night." രാവും പകലും എൻ്റെ വചനം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. Meditation, ധ്യാനം, വചന ധ്യാനം എന്ന് പറയുന്നത്, which the Bible talks about, വചനം സംസാരിക്കുന്നത് is totally different from Eastern meditation and the New Age movement meditation that is popular today. ഇന്ന് കാണുന്ന മറ്റുള്ള ധ്യാനത്തെ പോലെയല്ല വചനം ധ്യാനിക്കുക എന്ന് പറയുന്നത്. In Eastern or popular meditation, ഈസ്റ്റേൺ അല്ലെങ്കിൽ പോപ്പുലർ ധ്യാനത്തിൽ പറയുന്നത്, they are asking us to empty our minds. അവർ പറയുന്നത് നമ്മുടെ മനസ്സ് ശൂന്യമാക്കുക. But in biblical meditation, പക്ഷേ ബൈബിൾ പറയുന്ന വചന ധ്യാനം എന്ന് we പറയുന്നത്, are filling our mind with God's word. ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് നിറയ്ക്കുക എന്നുള്ളതാണ്. Read a chapter today, ഇന്ന് നിങ്ങൾ ഒരു വചനം വായിക്കുക, and throughout the day meditate on it, ponder, think through it. ഒരു ദിവസം മൊത്തവും ആ വായിച്ച വചനം നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. You will see it will make a huge difference in your life. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാക്കുന്നതായിരിക്കും. Sometimes ചിലപ്പോഴൊക്കെ all you need to do നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് is പറയുന്നത്, find a chair, നിങ്ങൾ ഒരു ചെയർ നിങ്ങൾ കണ്ടെത്തുക, sit down, അവിടെ ഇരുന്ന് open His word, ദൈവത്തിന്റെ വചനം തുറന്ന് and just tell Him, അവനോട് പറയുക, "My Father in heaven, എൻ്റെ അബ്ബാ പിതാവേ, speak to me." എന്നോട് സംസാരിക്കണമേ. And then God will speak to you. ആ സമയം ദൈവം നിങ്ങളോട് സംസാരിക്കും. You see, നിങ്ങൾ കാണുന്നുണ്ടോ? Philip had an intimate relationship with God. That's why he was able to hear His voice.
ഫിലിപ്പോസിന് ദൈവവുമായിട്ട് നല്ല അഭേദ്യമായ ബന്ധമുണ്ടായതുകൊണ്ടാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞത്. When the angel of the Lord appeared to him, ദൈവത്തിന്റെ ദൂതൻ അവനെ പ്രത്യക്ഷനാവുമ്പോൾ he did not get into the argument, who is this angel, what is this angel? അവൻ പ്രതിവാദത്തിനൊന്നും പോയില്ല. ഇത് ആരാണ് എന്നോട് സംസാരിക്കുന്നത് എന്നുള്ള പ്രതിവാദത്തിലേക്ക് അവൻ പോയില്ല. But he knew this was from God. അവൻ അറിഞ്ഞു ഇത് ദൈവത്തിന്റെ. Hallelujah. ആമേൻ. ഹല്ലേലൂയ. So number one, ഒന്നാമത്തെ കാര്യം, we need to be sensitive to the voice of God. ദൈവത്തിന്റെ വോയിസിനായി നമ്മൾ കാതോർക്കുക. And number two, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, we also need to be obedient to the voice of God. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ അനുസരണയുള്ളവരായിരിക്കണം. You see, it does not make sense when God talks to us sometimes. ചിലപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അതൊരു നമുക്ക് അർത്ഥമില്ലാതെ നമുക്ക് തോന്നുവാം. Throughout the Bible, we'll see that ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം when എന്ന് God പറയുന്നത്, spoke to people, ദൈവം ആൾക്കാരോട് സംസാരിക്കുമ്പോൾ some of them were afraid, അവര് പേടിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. some of them were confused, അവര് വ്യാകുലപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. some of them didn't know what to do with it. ചിലവർക്ക് അറിയുന്നില്ല എന്തു ചെയ്യണമെന്ന് അവർ അറിയുന്നില്ല. But those who obeyed, പക്ഷേ അത് അനുസരിച്ചവർക്ക് God used them mightily. ദൈവം അവരെ ധാരാളമായി യൂസ് ചെയ്തിട്ട് നമുക്ക് കാണുവാൻ They കഴിയും. were the blessed ones. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. According to Dr. Robert Clinton, ഡോക്ടർ റോബർട്ട് ക്ലിന്റൺ എന്ന് പറയുന്ന വ്യക്തി he's a scholar. ഒരു വേദ പണ്ഡിതനാണ്. He says that ഇപ്രകാരം പറയുകയുണ്ടായി, only 30% of leaders in the Bible have succeeded. 30% ഉള്ള ലീഡേഴ്സാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. Because they failed in one thing. അവര് ഒരു കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു. They failed in complete obedience to God. അവര് ദൈവവുമായിട്ടുള്ള അനുസരണത്തിൽ അവര് പരാജയപ്പെട്ടിരിക്കുന്നു. Philip heard the voice, ഫിലിപ്പോസ് ദൈവത്തിന്റെ ശബ്ദം and in കേട്ടു. verse 27, വചനം 27 വചനം ഇപ്രകാരം പറയുന്നു, so he started out, and on his way he met an Ethiopian eunuch, an important official in charge of all the treasury of Candace, queen of the Ethiopians. This man had gone to Jerusalem to worship. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരൂശലേമിൽ നമസ്കരിക്കുവാൻ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ തേരിലിരിക്കുകയായിരുന്നു. Verse 26, 26 വാക്യം, the angel tells Philip what to do. 26 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് ഫിലിപ്പോസിനോട് ദൂതൻ പറയുന്നതെന്ന്. Verse 27, 27 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും, he started out. അവൻ തുടങ്ങി അവൻ്റെ യാത്ര. Immediately he is obedient. അന്നേരം തന്നെ ആ ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും ചെയ്തു. Sometimes we hear the voice of God, ചിലപ്പോഴൊക്കെ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുവാനുണ്ട്, but we are adamant. പക്ഷെ നമ്മൾ അചഞ്ചലരായി We are disobedient at times. നമ്മൾ പലപ്പോഴും നമ്മൾ അനുസരണമില്ലാത്തവരായി We തീർന്നിട്ടുണ്ട്. think a lot. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാറുണ്ട് And we അതിനെക്കുറിച്ച്. think, what if? എന്താണിത്? You see, there's a man of God by the name of Philip Yancey. ഒരു ഫിലിപ്പിയാൻസെ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം He says there are two kinds of faith. രണ്ട് രീതിയിലുള്ള വിശ്വാസമുണ്ട്. One is conditional. ഒന്നെന്ന് പറയുന്നത് കണ്ടീഷനോടുള്ള, If only. നമ്മൾ കണ്ടീഷൻ പറഞ്ഞു വെച്ചുള്ള ഒരു ഫെയ്ത്ത് ഉണ്ട്. God, I will obey if only you do this. നമ്മൾ ചിലപ്പോഴൊക്കെ പറയുന്നത്, ദൈവമേ നീ ചെയ്താൽ ഞാൻ അത് Or if അനുസരിക്കാം, only you do that. നീ ഇപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അനുസരിക്കാം എന്ന് പറയുന്ന That is one കണ്ടീഷനോട്. kind of faith. അത് ആ ഒരു ഒന്നാമത്തെ കണ്ടീഷനുള്ള ഒരു The faith other ആണ്. kind of faith, he says, മറ്റുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത്, even though, അത് ഇല്ലെങ്കിൽ പോലും, God, even though it may not be like I want it, അത് ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ല എന്ന് വരികിൽ പോലും, even though I have to go through difficulties and struggles, പ്രയാസമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പോലും I will choose to obey you. ഞാൻ ദൈവത്തെ അനുസരിക്കുവാൻ ഞാൻ തയ്യാറാകും. Which category do you fall into, church? നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? When God speaks to you, will you say, if only you do this, Lord, I'll obey? ദൈവം സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയാറുണ്ടോ, നീ ഇത് ചെയ്താൽ ഞാൻ ചെയ്യാമെന്ന് നിങ്ങൾ Or പറയാറുണ്ടോ? you will say, even though there is difficulty, even though there is pain, I will choose to obey you. അല്ലെങ്കിൽ നിങ്ങൾ പറയണ്ടോ, വേദനയിലും അല്ലെങ്കിൽ പ്രയാസത്തിന്റെ നടുവിലും ഞാൻ നിന്നെ ഫോളോ ചെയ്യാം, ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? One interesting thing about this Ethiopian eunuch, ഒരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, you see, in the ancient Near East world, മിഡീവൽ പീരീഡിൽ or in the ancient times, പഴയ കാലഘട്ടത്തിൽ eunuchs were considered very important. ഷണ്ണന്മാർ എന്ന് പറയുന്നത് പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്.
They were respected for their loyalty. ഷണ്ഡന്മാരെന്ന് പറയുന്നത് അവർ ബഹുമാനിക്കപ്പെട്ടവരാണ് അവര്. And they held very important positions in the courts of kings and queens. രാജസ്ഥാനിലെല്ലാം അവർക്കൊക്കെ പ്രധാനമായ സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. And another very fascinating thing about Ethiopia, എത്യോപ്യനെ കുറിച്ച് നമ്മൾ വേറൊരു കാര്യം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ they had a queen. അവർക്ക് ഒരു ക്യൂനുണ്ട്, ഒരു രാജ്ഞിയുണ്ട്. Because they believed അവർ വിശ്വസിക്കുന്നത് that their king അവരുടെ രാജാവ് was the son, S-O-N, son അവരുടെ രാജാവ് എന്ന് പറയുന്നത് ദൈവമായിരുന്നു, of the sun. സൂര്യന്റെ മകനായിരുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. And they thought the king was too holy to do secular things. അതുകൊണ്ട് അവർ വിശ്വസിച്ചിരുന്നത് ലോകത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർക്ക് അത് മാറ്റി വെച്ചിരുന്നു രാജാക്കന്മാരെ. That's why Ethiopia had a queen. അതുകൊണ്ടാണ് എത്യോപ്യയ്ക്ക് ഒരു രാജ്ഞി കാണിക്കുന്നത്. But despite all these things, ഇതിനെല്ലാം വ്യത്യസ്തമായി we see this Ethiopian coming to Jerusalem. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഷണ്ണൻ യെരുശലേമിലേക്ക് വരുന്നത്. Probably he was a God-fearing Gentile. നമുക്കറിയത്തില്ല, പക്ഷേ ഒരു ദൈവത്തിന്റെ ഭക്തനായിരിക്കാം. Despite having power and position, പവറും ശക്തിയും അല്ലെങ്കിൽ ഉന്നത ഇതുണ്ടെങ്കിലും അവിടെ എല്ലാം maybe there was something missing in his life. പക്ഷെ എന്തെങ്കിലും ഒരു മിസ് ചെയ്യുന്ന ഒരു കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. And he comes to Jerusalem to worship the true living God. ദൈവത്തിന്റെ ആലയത്തിലേക്ക് അവൻ വരുന്നതായിട്ട് നമുക്ക് കാണാം. And when he is returning, പക്ഷെ തിരിച്ചു പോകുമ്പോൾ he's reading the scripture. തിരിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. In verse 32 we see that he was reading a passage of scripture. 32-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും സ്ക്രിപ്ചറിലെ വേദഭാഗത്തിൽ നിന്ന് വാക്യങ്ങൾ വായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവന് മനസ്സിലാകുന്നില്ല എന്താണ് സംസാരിക്കുന്നതെന്ന്. You know what God did? എന്തുവാണ് ദൈവം ചെയ്തതെന്ന് അറിയാമോ? God sent one of his closest. ദൈവം അവന്റെ അരികിലേക്ക് ദൈവത്തിന്റെ അടുത്തുള്ള ഒരു വ്യക്തിയെ അയക്കുകയാണ് to answer the question of the loneliest. ആ സമയത്ത് അവൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നൽകുവാൻ ഒരു വ്യക്തിയെ അയക്കുകയാണ്. God sent one of his closest. ദൈവത്തിന്റെ അടുത്തുള്ള ഒരു വ്യക്തിയെ അയക്കുകയാണ് to answer the question of the loneliest. അവന്റെ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് വേണ്ടി ഒരു വ്യക്തിയെ അയക്കുകയാണ്. The Ethiopian eunuch was in a lonely road. ഈ ഷണ്ണൻ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടുള്ള ഒരു യാത്രയിലാണ്. Nobody to answer him. അവിടെ ആരുമില്ല അവനെ ഉത്തരം പറഞ്ഞു കൊടുക്കുവാൻ. But God sent his closest one. ദൈവം ഒരു വ്യക്തിയെ Are you alone today? നിങ്ങൾ ഇന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണോ? Are you feeling lonely? നിങ്ങൾ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലാണോ? Discouraged and misunderstood? നിങ്ങൾ ഡിസ്കറേജ് ചെയ്ത് ആയിരിക്കുകയാണോ? You are not alone. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയല്ല. God is with you. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. I would like to share my testimony with you. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Back in the 1980s, 1980 in a small town in northeast India, നോർത്ത് ഇന്ത്യയിലെ ഒരു ചെറിയൊരു പട്ടണത്തിൽ a Christian man by the name of Sharon Ball came. ഒരു ഷാരൻ പോൾ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ മനുഷ്യൻ. I was not even born at that time. ഞാൻ ആ സമയത്ത് ജനിച്ചിട്ടില്ല. He felt the Lord leading in his heart. പുള്ളിയുടെ മനസ്സിൽ ഇപ്രകാരം ഒരു ലീഡുണ്ടായി to pray for somebody to be saved in that small village. ആ ഒരു ചെറിയ വില്ലേജിൽ രക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു വാഞ്ചയോടെ പ്രാർത്ഥിക്കാനിടയായി. He prayed for almost 20 years. 20 വർഷം തുടർച്ചയായി പ്രാർത്ഥിക്കുവാൻ. And in the year 2001, 2001 when I was 17 years old, ഞാൻ 17 വയസ്സുള്ളപ്പോൾ I gave my life to Jesus. ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു. You see, God uses unexpected people. ദൈവം അപ്രതീക്ഷിതമായിരിക്കുന്ന ആൾക്കാരെയാണ് യൂസ് ചെയ്യുന്നത്. And unexpected sources. അപ്രതീക്ഷിതമായ രീതിയിലാണ് ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. This man, ഈ മനുഷ്യൻ, he became my very first mentor. എൻ്റെ ഒരു അടുത്ത മെന്ററായി തീരുവാനിടയായി. He was not a very educated man. പുള്ളി നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയല്ല. Not very wealthy. ഭയങ്കര പണമുള്ള ഒരു വ്യക്തിയല്ല. But two things about him set apart. പക്ഷേ രണ്ട് കാര്യങ്ങൾ പുള്ളിയെ വ്യത്യസ്തനാക്കുന്നു. He was sensitive to the voice of God. ദൈവത്തിന്റെ ശബ്ദത്തിനായി കാതോർക്കുന്ന ഒരു വ്യക്തി. And he was obedient to the core. ദൈവത്തിന്റെ ശബ്ദത്തിൽ അനുസരണയുള്ളവനായി. Whatever he felt the Lord leading in his heart, ദൈവം എന്തുവാണ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത്, he would do it. അദ്ദേഹം അത് ചെയ്തിരുന്നു. I am standing here before you ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് തന്നെ as a result of his sensitivity to the voice and obedience to the voice. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദത്തോടുള്ള ആ വാഞ്ചയ്ക്കുള്ള ഒരു ഉത്തരമായിട്ടാണ്. Many years ago, പല വർഷങ്ങൾക്ക് മുമ്പേ, in a Bible college in Canada, കാനഡയിലുള്ള ബൈബിൾ കോളേജിൽ God spoke to a young man by the name of Don Richardson.
ഒരു 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 യവനക്കാരനായ ഡോൺ റിച്ചാർഡ്സൺ എന്ന് പറയുന്ന വ്യക്തിയോട് ഇപ്രകാരം സംസാരിക്കുവാനിടയായി. God told him, ദൈവം അവനോട് ഇങ്ങനെ സംസാരിക്കും അദ്ദേഹത്തോട്. I want you to go to a tribe called the Savis ദൈവം അദ്ദേഹത്തോട് ഇപ്രകാരം സംസാരിച്ചു, സാവി എന്ന് പറയുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലേക്ക് പോകുവാൻ, and preach the kingdom there. അവിടെ ചെന്ന് ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ. Now you may be wondering who these Savis are. നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ആരാണ് ഈ സാവി എന്ന് പറയുന്ന ഗോത്രക്കാർ? The Savi tribes were cannibals from a region of Indonesia. ഇന്തോനേഷ്യയിലുള്ള സാവി എന്ന് പറയുന്ന ഗോത്രക്കാർ നരഭോജികളാണ്. Civilization had not reached them, അവിടെ സംസ്കാരമൊന്നും വളർന്നു വന്ന ഒരു സ്ഥലമല്ല. and they practiced cannibalism. പക്ഷെ അവര് ചെയ്തുകൊണ്ടുവന്നത് നരഭോജം, മനുഷ്യരെ ഭക്ഷിക്കുക, അതാണ് അവർ ചെയ്തുകൊണ്ടുവന്നത്. Don Richardson went with his young wife, ഡോൺ റിച്ചാർഡ്സൺ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി അങ്ങോട്ട് പോകുമ്പോൾ risking his life. അദ്ദേഹത്തിന്റെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത്. He spent 2-3 years learning their language, അവിടെ 2-3 വർഷക്കാലം ആ ലാംഗ്വേജ് ഒക്കെ പഠിക്കുവാൻ അദ്ദേഹം എടുത്തു. and finally was able to share the gospel. അവസാനമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ തുടങ്ങിയത്. But then at the end of the story, ഈ കഥയുടെ അവസാനം ഇപ്രകാരമാണ്. instead of our Lord Jesus, യേശു കർത്താവിന് പകരമായി Judas Iscariot became the hero. ജൂഡസ് എന്ന് പറയുന്ന യൂദ എന്തുവായി ഹീറോ ആയി തീർന്നു. Because in that culture, ആ ഒരു കൾച്ചറിൽ dishonesty, ഓണസ്റ്റി ഇല്ലായ്മ എന്ന് പറയുന്നത്, deceit, എന്തു പറയാ, പകപോക്കുന്നത് and crime കുറ്റങ്ങള് was honored. അവിടെ ഇതെല്ലാം എന്തുവാ ഓണർ ചെയ്യപ്പെട്ടിരുന്നു. Don Richardson was frustrated and discouraged. പുള്ളി ഡോൺ റിച്ചാർഡ്സൺ എന്ന് പറയുന്ന അദ്ദേഹം ഇതെല്ലാം കണ്ടിട്ട് വ്യാകുലപ്പെടുവാൻ He ഇടയായി. prayed, God, is this really what you have called me to do? അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതിനാണോ എന്നെ വിളിച്ചിരിക്കുന്നതെന്ന്. But he realized that God had spoken to him, പക്ഷേ അദ്ദേഹത്തിന് അറിയാം ദൈവം എന്നോട് and he സംസാരിച്ചിട്ടുണ്ട്. chose to obey and stay there. അവിടെ അദ്ദേഹം കാണിച്ചത് അദ്ദേഹം അനുസരണയുള്ളവനായി തീർന്നു. After some time, കുറച്ചു നാൾ കഴിഞ്ഞ ശേഷം there was a huge battle among the two rival camps of the Savis. സാവി ഗോത്രത്തിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുവാൻ ഇടയായി. Many people were killed, അനേക ആൾക്കാർ മരിച്ചുവാൻ ഇടയായി. and the leaders of these rival camps, ഈ രണ്ട് ഗോത്രക്കാരുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത്, they came to a conclusion and decided that we will not fight anymore. ഇതിന്റെ അവസാനം നമുക്ക് കാണാൻ കഴിയും, അവസാനം ഇനി ഒരിക്കലും ഞങ്ങൾ യുദ്ധം ചെയ്യില്ല എന്ന ഒരു കൺക്ലൂഷനിൽ എത്തുന്നു. And as a sign of peace, അവിടെ ഒരു സമാധാനത്തിന്റെ ഒരു കൊടി കാണുവാൻ കഴിയും. the leader of one tribe ഒരു കോതത്തിന്റെ ലീഡർ presented his infant baby അദ്ദേഹത്തിന്റെ കുഞ്ഞ് മകനെ to the leader of the other tribe. അദ്ദേഹത്തിന്റെ മറ്റുള്ള ഒരു ലീഡറിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ And കഴിയും. in their culture, ആ സംസ്കാരത്തില് it was understood മനസ്സിലാക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, that as long as that infant baby grows up and lives, കുഞ്ഞ് വളർന്നു വരികയാണെങ്കിൽ they would not fight against each other. അവര് പിന്നെ ഒരിക്കലും യുദ്ധം ചെയ്യുകയില്ല. The child was called the peace child. ആ മകൻ അല്ലെങ്കിൽ ആ കുഞ്ഞ് സമാധാനത്തിന്റെ കുഞ്ഞായിട്ട് വിളിക്കപ്പെടാറുണ്ട്. Don Richardson got a revelation from God at that moment, ഡോൺ റിച്ചാർഡ്സന് ഒരു വെളിപ്പാട് ഉണ്ടാകുവാൻ ഇടയായി. ആ and he സമയത്ത് presented to the Savis ആ ഗോത്രക്കാരോട് ഇപ്രകാരം പറയുകയുണ്ടായി, the peace child from heaven. ദൈവത്തിന്റെ സമാധാനത്തിന്റെ പുത്രനെ കുറിച്ച് The സംസാരിക്കുവാൻ Lord ഇടയായി. Jesus Christ. യേശുവിനെ കുറിച്ച് സംസാരിക്കുവാൻ He told ഇടയായി. them, അവരോട് ഇപ്രകാരം because പറയുകയുണ്ടായി, of sin, നിങ്ങളുടെ പാപം നിമിത്തം our relationship with God the Father is destroyed, നിങ്ങളുടെ പാപം നിമിത്തം ദൈവവുമായിട്ടുള്ള ബന്ധം ഇല്ലാതായി തീർന്നിരിക്കുന്നു. and now through his son, എന്നാൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം the relationship with the Father can be restored. ദൈവവുമായിട്ടുള്ള ബന്ധം വീണ്ടും അത് ഒന്നിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Today, ഇന്ന് almost all the Savis, എല്ലാ ഈ സാവി എന്ന് പറയുന്ന ഗോത്രക്കാർ മുഴുവനും they have been saved. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. They no longer practice cannibalism. അവരിപ്പം നരഭോജനം അവർ ചെയ്യുന്നില്ല. You know why? എന്താണെന്നറിയാം? Because one man ഒരു മനുഷ്യൻ was sensitive to the voice of God ദൈവത്തിന്റെ ശബ്ദത്തിനായി കാതോർത്തിരുന്നു, and was obedient to that ദൈവത്തിന്റെ voice. ആ ശബ്ദത്തിനായി അനുസരണയുള്ളവനായിരുന്നു. As I told you earlier, നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, trust always has an element of risk, അസ്ഥിരതയിലും ദൈവത്തിൽ ആശ്രയം വെക്കുക. but some risks are worth taking.
പലപ്പോഴും റിസ്ക് ഉള്ള സമയം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ If ഇടയാവും. God is asking you to take a risk today, ഇന്ന് ദൈവം നിങ്ങളോട് റിസ്ക് എടുക്കുവാൻ ദൈവം പറയുകയാണെങ്കിൽ please go ahead. കടന്നു പോകുക, പോയി എടുക്കുക. It is a risk worth taking. ആ റിസ്ക് എടുക്കുന്നത് വളരെ നല്ലതിനായിരിക്കും. In Japan, ജപ്പാനിൽ they have a sport. അവർക്കൊരു ഒരു കായിക വിനോദമുണ്ട്. It is a sport called banzai skydiving. ബൻസായി സ്കൈ ഡൈവിംഗ് എന്ന് പറയുന്ന ഒരു കായിക വിനോദമുണ്ട്. They call it banzai. അവര് ബൻസായി എന്നാണ് പറയുന്നത്. Now, I'm sure you have heard about skydiving, right? ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് സ്കൈ ഡൈവിങ്ങിനെ കുറിച്ച് അറിവുള്ളവരായിരിക്കും. In skydiving, they get on an aeroplane and almost from 30 to 36,000 feet, they put on their parachute and they jump. സ്കൈ ഡൈവിംഗ് എന്ന് പറയുന്നത് അവർ എയ്റോപ്ലെയിനിൽ കയറിയിട്ട് 10-30 അടി മേളിൽ ചെന്നിട്ട് അവിടുന്ന് ജാക്കറ്റ്സ് ഒക്കെ ഇട്ട് എടുത്ത് ചാടുന്നതായിട്ട് നമുക്ക് അറിയാം. But in banzai skydiving, ബൻസായി സ്കൈ ഡൈവിംഗിലെ പ്രത്യേകത എന്ന് പറയുന്നത് they throw the parachute first ആദ്യമേ അവർ പാരഷൂട്ട് എറിയുകയാണ് ചെയ്യുന്നത്, and then they jump. എന്നിട്ടാണ് അവർ ചാടുന്നത്. The world record ലോകത്തിന്റെ ചരിത്രത്തിൽ is held by a name called Yasuhiro Kibo. ഷായിരോ കിബോ എന്ന് പറയുന്ന വ്യക്തി, You know, നിങ്ങൾക്കറിയാമോ, he threw his parachute, പുള്ളി അദ്ദേഹത്തിന്റെ പാരഷൂട്ട് എറിഞ്ഞു, waited for 50 seconds, 50 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് and then he jumped. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എടുത്തു ചാടിയത്. He risked his life for it. അദ്ദേഹത്തിന്റെ ലൈഫ് എന്ത് ചെയ്യുക, റിസ്ക് ചെയ്യുക. And for what? എന്തിനാ? Just for a record. ഒരു റെക്കോർഡ് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. I'm sure most of you had never heard his name before. എനിക്കറിയാം നിങ്ങൾ ഈ ഒരു പേര് മുൻപേ കേട്ടിട്ടില്ലായിരിക്കാം. What is the use? എന്താണ് അതിന്റെ കാര്യം, എന്താണ് അതിന്റെ യൂസേജ്? Please remember, ഒന്ന് ഓർക്കുക, you are not placed on earth to be remembered. ഈ ലോകത്തിലുള്ളവരാൽ നിങ്ങൾ ഓർക്കപ്പെടുവാനല്ല നിങ്ങളെ You വിളിച്ചിരിക്കുന്നത്. are not placed by God on earth to be remembered. നിങ്ങളുടെ പേര് ഇവിടെ ഈ ലോകത്തോട് വിളിച്ചു പറയുവാനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, But to hear his voice and obey നിങ്ങളെ it. വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും അത് അനുസരണമുള്ളവനായിരിക്കുവാൻ. Hallelujah. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. So now, as the story goes, ഈ ഒരു സ്റ്റോറി ഈവൻ മുന്നോട്ട് പോകുമ്പോൾ verse 32, 32 വാക്യം ഇപ്രകാരം വായിക്കുന്നു. I would request Pastor Rufus to read it for me. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാണിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്രിക്കുന്ന അവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വാ തുറക്കാതിരുന്നു. Verse 33 as well. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആര് വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. And also, if you could read till verse 38. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേര് നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. Hallelujah. ഹല്ലേലൂയ. You see, നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയും, Luke has purposely written this story for us. ലൂക്കോസ് ഇപ്രകാരം ഇതൊരു പർപ്പസിനായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഒരു ഉദ്ദേശത്തിനാണ് എഴുതിയിരിക്കുന്നത്. The passage the Ethiopian eunuch was reading ഷണ്ണൻ വായിക്കുന്ന ആ പാസേജ് എന്ന് പറയുന്നത് is from the book of Isaiah, യെശയ്യാവിന്റെ പ്രവചനത്തിന്റെ chapter 53, verses 7 and 8. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 7-8 വാക്യം നിന്നാണ് ഷണ്ണൻ വായിക്കുന്നത്. It talks about the suffering servant. അവിടെ സംസാരിക്കുന്നത് സഫറിംഗ് സെർവന്റിനെ കുറിച്ചാണ് It സംസാരിക്കുന്നത്. talks about the Messiah. അവിടെ സംസാരിക്കുന്നത് മഷിയെ കുറിച്ചാണ് It സംസാരിക്കുന്നത്. talks about our Lord Jesus അവിടെ Christ. സംസാരിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. You see, നിങ്ങൾ കാണുന്നുണ്ടോ? Philip goes and tells him what it means. ഫിലിപ്പോസ് ചെന്നിട്ട് എന്താണ് അവിടെ സംസാരിക്കുന്നത്, എന്താണ് അതിൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. And that day, ആ സമയം the Ethiopian eunuch എത്യോപ്യൻ ഷണ്ണൻ is saved. രക്ഷിക്കപ്പെടുവാനിടയായി. And probably എനിക്ക് തോന്നുന്നു he was the first evangelist to take the gospel to Africa. എനിക്ക് തോന്നുന്നു ഫിലിപ്പോസ് ആയിരിക്കണം ആഫ്രിക്കയിൽ ആദ്യമായി സുവിശേഷം കൊണ്ടുപോകുന്നത്. Many times, church,
പലപ്പോഴും എൻ്റെ സഭയെ there are people around us. നമ്മുടെ ചുറ്റിനും പല ആൾക്കാരുണ്ട്. They want to know God. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയുവാൻ Some are even reading the Bible, പല ആൾക്കാരും ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ടായിരിക്കാം. but there is no one to tell them what it means. എന്താണ് നടക്കുന്നത്, എന്താണ് അതിൽ അർത്ഥമാക്കുന്നതെന്ന് പറയുവാൻ ആരുമില്ല. Many times the pastor will be telling you, go and share the gospel, but we do not do that. പലപ്പോഴും സഭയിലെ പാസ്റ്റർ പറയാനുണ്ട്, കടന്നു പോകുക, ദൈവത്തിന്റെ വചനം സംസാരിക്കുക, പക്ഷേ നടക്കുന്നില്ല. One of the most important things that God has told us to do ഒരു പ്രധാനമായ കാര്യം, ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു പ്രധാനമായ കാര്യം എന്തെന്ന് പറഞ്ഞാൽ is to share the good news. ദൈവത്തിന്റെ ആ സദ്വർത്താനം സംസാരിക്കുക. I'm coming to the end of this sermon. ഞാൻ എൻ്റെ ഈ പ്രസംഗത്തിന്റെ അവസാനത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. Many years ago, പല വർഷങ്ങൾക്ക് മുമ്പ് Mercedes company, മെർസിഡീസ് എന്ന് പറഞ്ഞ കമ്പനി, do you know that there is a system when you meet with an accident, this airbag comes out from the steering wheel? നിങ്ങൾക്കറിയാമോ, ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് എയർ ബാഗ് കടന്നു വരുന്നതായിട്ട് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Do you know that technology was developed by Mercedes? ആ ഒരു ടെക്നോളജി രൂപം കൊടുത്ത് കൊണ്ടുവന്നത് മെർസിഡീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. They did not patent it. അത് ഇവർ ഇതുവരെ പേറ്റന്റ് ചെയ്തിട്ടില്ല. You know why? എന്തുകൊണ്ടാണ് പേറ്റന്റ് ചെയ്തതെന്ന് Because അറിയാമോ? they said, if this is going to save lives, അവർ പറഞ്ഞത് ഇത് ഒരു ജീവൻ രക്ഷിക്കുന്നതാണെങ്കിൽ we want to share it. ഇത് ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ We don't want to keep it with us. ഞങ്ങളുമായി അത് പിടിച്ചു വെക്കുവാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. The first thing God's voice tells us ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം ഇപ്രകാരം സംസാരിക്കുന്നു, is to share Jesus. ദൈവത്തിന്റെ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുക. That day, ആ ദിവസം beside hearing the voice and obeying the voice of God, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തി, the greatest thing Philip did ഫിലിപ്പോസ് ചെയ്ത കാര്യമെന്ന് പറയുന്നത് was to tell this eunuch about Jesus. ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഷണ്ണനോട് യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. And that day everything changed. ആ ദിവസം എല്ലാം മാറി മറിയുവാൻ ഇടയായി. I was 4 years old എനിക്ക് 4 വയസ്സുള്ളപ്പോൾ when my parents separated. എൻ്റെ മാതാപിതാക്കൾ സെപ്പറേറ്റായി. Till the age of 8 I had never seen my father. എൻ്റെ 8-ാം വയസ്സ് വരെ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. I did not know him. We did not have his pictures at home. എനിക്ക് അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിക്ചേഴ്സോ പടങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. So when I first met my father, ഞാൻ ആദ്യമായി എൻ്റെ അച്ഛനെ ഞാൻ കാണുമ്പോൾ I did not know what to do. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. I never called him Papa, Dad for many years. പല വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ അച്ഛനെ ഞാൻ പപ്പായെന്നോ അങ്ങനെയൊന്നും ഞാൻ വിളിച്ചിട്ടില്ല. And when I was growing up, ഞാൻ വളർന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ because of my parents' problem, എൻ്റെ മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ കാരണം I was very rebellious. ഞാൻ ഭയങ്കര ഒരു കഠിന ഹൃദയമുള്ളവനായി. I used to fight a lot. ഞാൻ ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. During my teenage years, എൻ്റെ യൗവനകാലത്ത് we formed a gang ഞാനൊരു ഗ്യാങ്ങിനെ ഫോം ചെയ്യാൻ ഇടയായി, called the Cobra Gang. കോബ്ര ഗ്യാങ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം തന്നെ ഞാൻ And I was Cobra number 6. ഞാൻ കോബ്ര നമ്പർ 6 എന്ന് പറയുന്ന You may find it funny, നിങ്ങൾക്ക് അതൊരു രസകരമായി but that was a reaction to what was going on inside in my life. എൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരുന്നതിന്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു ആ ഒരു കോബ്ര 6 എന്നൊക്കെ പറയുന്നത്. But as I told you earlier, ഞാൻ നിങ്ങളടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ one man had heard that somebody needs to save in this village. ഒരു വ്യക്തി കേട്ട ദൈവത്തിന്റെ ശബ്ദം, and he was praying. ആ വ്യക്തി ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. And as an answer to his prayer, ആ പ്രാർത്ഥനയുടെ ഫലമായി God saved me. ദൈവം എന്നെ രക്ഷിക്കുവാൻ, My life changed എൻ്റെ completely. ജീവിതം തന്നെ മാറി മറിയുവാനിടയായി. And here I am today ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ because നിൽക്കുകയാണ്. of one man's obedience. ഇത് കാരണം എന്നാൽ ഒരു വ്യക്തിയുടെ ആ അനുസരണം കാരണം. Church, as I close, സഭയെ ഞാൻ നിർത്താൻ പോകുന്നതിന് മുമ്പ് will you take this time to pray? ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ എടുക്കുമോ? Will you make a commitment that you will daily spend time in prayer and studying his word? നിങ്ങളൊരു തീരുമാനം എടുക്കുമോ, ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയും ചെയ്യുമെന്ന്? There will always be many voices in our lives, നമ്മുടെ ജീവിതത്തിൽ പല ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമായിരിക്കാം. but the first voice you will hear will be the voice of God. പക്ഷേ നമ്മുടെ ആദ്യത്തെ ശബ്ദം നമ്മൾ കേൾക്കേണ്ടത് ദൈവത്തിന്റെ ശബ്ദമാണ്. And you will be always obedient to him. ആ ശബ്ദത്തിൽ നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം. And you will share the good news of Jesus Christ. അതുപോലെ തന്നെ യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം മറ്റുള്ളവർ സംസാരിക്കുകയും വേണം നമ്മൾ. And many കുറെ
Ethiopian eunuchs are all around us. കുറെ ഷണ്ണന്മാരും ആൾക്കാരും നമ്മുടെ ചുറ്റിനുമുണ്ട്. They want to know who this Jesus is. പലർക്കും യേശുവിനെ കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ട്. They want to know what salvation is. എന്താണ് രക്ഷ എന്നതിനെ കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ട്. And it is my prayer that you will be the Philips in their lives. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഫിലിപ്പോസ്. Hallelujah. ഹല്ലേലൂയ. May God bless you. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you. ആമേൻ. താങ്ക് യു. ആമേൻ. ദൈവത്തിൻ്റെ ശബ്ദം അതിശക്തമായി നമ്മോട് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾക്കത് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിട്ട് നമ്മളത് മറന്നു പോവുകയും അല്ലെ അതിന് പ്രതികരിക്കാതിരിക്കുന്ന ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഇത്രയും റിസ്ക്കുള്ള സാധനം എങ്ങനെ ഏറ്റെടുക്കും, കർത്താവേ എനിക്കത് കഴിയത്തില്ല എന്നുള്ള പല ചോദ്യങ്ങളും ആർഗ്യുമെൻസും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കുവാൻ, ആ കാതോർക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിനായി, ആ കാതോർക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിൽ ഹല്ലേലൂയ പ്രതികരിക്കുവാൻ, അനുസരിക്കുവാൻ നമുക്ക് തയ്യാറാണോ? ഇന്ന് രാവിലെ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം നമ്മോട് ഇന്ന് ഇടപെടും. ഹല്ലേലൂയ. നമുക്ക് ചില ഗാനത്തിൻ്റെ ഈരടികൾ നമുക്ക് പാടുവാൻ ഞാൻ തയ്യാറാകുകയാണ്. കാരണം മൊഴിയിൽ കേട്ട ആ രക്ഷയൻ, ആ വചനത്തെ, ആ ക്രൂശിന്റെ വചനത്തെ, ആ സ്നേഹത്തെ നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ കേട്ടതുപോലെ അത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ആ രക്ഷയെ നമ്മൾ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ടോ? ദൈവം നമ്മോട് പറയുകയാണ്, പോ, കടന്നു പോ, അവനോട് പറ, നമ്മുടെ അയൽക്കാരനോട് പറ, നമ്മുടെ കൂട്ടുകാരനോട് പറ. നമ്മൾ എത്ര പേര് പറയുന്നുണ്ട്? പലപ്പോഴും നമ്മൾ തള്ളിക്കളയുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ പകരം ഞാൻ എന്ത് നൽകും? എൻ്റെ ജീവനെ ഞാൻ അവന് നൽകാൻ വേണ്ടി പോകുകയാണ്. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. പകരം എന്തു നൽകും ഞാനിനി, ഓ ദേശത്തെങ്ങും അങ്ങയുടെ സുവിശേഷവുമായി പോകുവാൻ അടിയൻ തയ്യാറാണ്. എത്ര പേരത് പ്രാർത്ഥിക്കും? ഓ ജീസസ്, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു ഞാൻ നാഥനേ. ഓ പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും കർത്താവേ അങ്ങയുടെ സുവിശേഷമായി പോകുവാൻ കർത്താവേ ഞാൻ തയ്യാറാണ്. കർത്താവേ എൻ്റെ ഹൃദയം കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി നൽകുവാൻ കർത്താവേ ഞാൻ തയ്യാറാണ്. അങ്ങയുടെ ശബ്ദത്തിനായി കർത്താവേ നൽകുവാൻ അടിയൻ തയ്യാറാണ്. കർത്താവേ അങ്ങയുടെ ശബ്ദത്തിന് കാതോർക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേട്ട് അനുസരണമുള്ളവനായി തീരുവാൻ കർത്താവേ അടിയൻ തയ്യാറാണ്. കർത്താവേ
അതിനായി അടിനെ ഒരുക്കുമാറാകണമേ. ഞങ്ങളെ ഒരുക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ അത് കുറവായിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് രാവിലെ ഈ വചനത്തിന് മുമ്പിൽ കർത്താവേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ആ കുറവിനെ എടുത്ത് മാറ്റുമാറാകണമേ. ഇതുവരെ ഞങ്ങൾ അനുസരിക്കാതിരുന്ന ആ സമയങ്ങൾ കർത്താവേ, ഇതുവരെ ഞങ്ങൾ കർത്താവേ പ്രതികരിക്കാതിരുന്ന കർത്താവേ ആ സമയങ്ങൾ കർത്താവേ, ഞങ്ങളത് കർത്താവെ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്നെ കേൾക്കുന്നവരെല്ലാവരും കർത്താവെ, കർത്താവിനോട് പ്രാർത്ഥിച്ച് ക്ഷമാപണം പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളോട് സംസാരിച്ചത് വൃഥാവായി പോകുവാൻ ഇടയാകല്ലോ. ഇതൊരു വാർണിംഗ് ആണ് നമുക്ക് നമ്മുടെ സഭയ്ക്ക് തന്നിരിക്കുന്നത്. മറ്റുള്ളവരോട് അറിയിക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടത് മറ്റുള്ളവർ അറിയിക്കുവാൻ, പോകുവാൻ, കടന്നു ചെല്ലുവാൻ നമുക്കിടയായി തീരട്ടെ. ഒരു ഫിലിപ്പോസായി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കേട്ട ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. കർത്താവേ, പലപ്പോഴും അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേട്ടു. കർത്താവേ, പലപ്പോഴും അങ്ങയുടെ ശബ്ദം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നാൽ പ്രതികരിക്കാതെ കർത്താവെ ഞങ്ങൾ കടന്നുപോയി, ഞങ്ങൾ മാറി നിന്നു. ഞങ്ങളുടെ കുറവാണ് കർത്താവെ. എന്നാൽ പലപ്പോഴും ഞങ്ങൾ കർത്താവെ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ കർത്താവെ, അത് കാതോർക്കുവാൻ ഞങ്ങൾ തയ്യാറായില്ല കർത്താവെ. ഞങ്ങളത് വിചാരിച്ചത് കർത്താവെ, അത് എങ്ങനെ ഞങ്ങൾ അതിൽ ആശ്രയിക്കും, എങ്ങനെ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യും. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങൾ കേട്ട വചനത്തിന് മുമ്പിൽ കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്, ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് തരികയാണ് കർത്താവെ. അത് ഞങ്ങളുടെ കുറവാണ്. ഞങ്ങളോട് ക്ഷമിച്ച് കർത്താവെ, ഇന്ന് ഒരു പുതിയ തീരുമാനത്തിൽ ഞങ്ങൾ വരികയാണ് കർത്താവെ. ഞങ്ങൾ കർത്താവെ അങ്ങയുടെ ശബ്ദത്തിൽ കാതോർക്കുന്നു. അങ്ങയുടെ ശബ്ദത്തിൽ കർത്താവെ അനുസരണമുള്ളവരായി തീർന്ന് കർത്താവെ, ഈ ഞങ്ങളുടെ ചുറ്റിനുമുള്ള ആൾക്കാരോട്, ഞങ്ങളുടെ കുടുംബക്കാരോട്, ഞങ്ങളുടെ കർത്താവെ ഫ്രണ്ട്സിനോട്, ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഞങ്ങൾ കർത്താവ് ആയിരിക്കുന്ന സ്കൂളുകളിൽ, കോളേജുകളിൽ കർത്താവെ അങ്ങയുടെ വചനം കർത്താവെ സംസാരിക്കുവാൻ, യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുവാൻ, അതറിയിക്കുവാൻ കർത്താവെ ഞങ്ങൾ തയ്യാറാണ്. അതിലുപരി കർത്താവെ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, കർത്താവെ അതിനുവേണ്ടി വാഞ്ചയുള്ളവരായി തീരുവാൻ, കർത്താവെ അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവെ കൂടുതൽ അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് കർത്താവെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഓൺലൈൻ സർവീസ് കർത്താവെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവെ തൊടുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ കർത്താവെ, അല്ലെങ്കിൽ അവരായിരിക്കുന്ന മേഖലയിൽ കർത്താവെ, അല്ലെങ്കിൽ അവരുടെ അവസ്ഥയിൽ കർത്താവെ, അവരുടെ ഹൃദയം അറിയുന്ന ദൈവം കർത്താവെ, ഹല്ലേലൂയ, എല്ലാ കാര്യങ്ങളും അറിയുന്ന ദൈവം, എല്ലാം നടത്തിക്കൊടുക്കുവാൻ ശക്തനായ ദൈവം കർത്താവെ കൂടെയുള്ളതിനായി സ്തോത്രം. കേട്ടവരെ കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. പിരിയാത്ത സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക് തരികയാണ്. വേഗം വരുന്ന പൊന്നേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കാവലും നാം കേട്ട വചനത്തോടും നമ്മോട് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, 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 God bless you. Thank you so much.